ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. കമ്പനി ലോ പോർഷനിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. അക്കൗണ്ട്സും ഓഡിറ്റും, ചാപ്റ്റർ 9 ചാപ്റ്റർ 10. വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ പണ്ട് മീറ്റിംഗ്സ് പറഞ്ഞപ്പോഴും ഞാൻ അത് പറഞ്ഞായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററും എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഡെഫിനിഷൻസ് പറഞ്ഞതുപോലെ അല്ലെ, നേരത്തെ വീഡിയോയിൽ ഡെഫിനിഷൻ, ഫോർ എക്സാമ്പിൾ ഡിവിഡൻഡ് സെക്ഷൻ 2 ക്ലോസ് 35, അതുപോലെ തന്നെ ബുക്ക് ആൻഡ് പേപ്പറിന്റെ ഡെഫിനിഷൻ ഈ ഡെഫിനിഷൻസ് ഏരിയാസ് പൊതുവെ എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ ക്ലാസ് നിങ്ങൾ ഓർമ്മയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ക്ലാസ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡെഫിനിഷൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, പൊതുവേ കണ്ടന്റ് പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾ കണ്ടന്റ് മാത്രം പഠിച്ചു പോകരുത്, എല്ലാത്തിനും റിലവന്റ് ഡെഫിനിഷൻസ് കൂടെ അതാത് ചാപ്റ്ററിൽ പഠിച്ചു പോകണമെന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. ഇനി ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട്സിനെ കുറിച്ചാണ്, ചാപ്റ്റർ 9. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ് ബൈ കമ്പനി. അതിനുമ്പോൾ തന്നെ ബുക്ക് ആൻഡ് പേപ്പറിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ ജസ്റ്റ് നോക്കി പോകണം. ഇനി പുറമെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് കമ്പനിയിൽ വച്ചിരിക്കുന്നുള്ളത് വെച്ച് നോക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് എന്താ പറയാ, നിലയിൽ പഠിച്ചിരിക്കുന്നതാണ്. നമ്മളാണല്ലോ ഈ പറഞ്ഞ കമ്പനിയിൽ ബുക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് നിലയിൽ പഠിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ് ബൈ ദ കമ്പനിയിൽ പഠിക്കേണ്ട കാര്യം പോയിന്റ് നമ്പർ 1, രജിസ്റ്റേർഡ് ഓഫീസിലാണ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രജിസ്റ്റേർഡ് ഓഫീസിലല്ല മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിനുള്ള അധികാരമുണ്ട്. അത് 7 ദിവസത്തിനകത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് പുതിയ വേറെ ഏത് അഡ്രസ്സിലാണ് വച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബോർഡ് കൊടുത്താൽ മതിയാവും. സോ പോയിന്റ് നമ്പർ 1 ഈസ് ബേസിക്കലി the relevant books of accounts of a company should be kept in the registered office of the company mandatorily. അതല്ല വേറെ സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ the board can decide so and that should be informed to the register of companies within 7 days. അത് നോക്കണം. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്? പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ റിസീപ്റ്റ്സ് ബന്ധപ്പെട്ടുള്ള, പേയ്മെന്റ്സ് ബന്ധപ്പെട്ടുള്ള, അസറ്റ്സ് ബന്ധപ്പെട്ടുള്ള, ലയബിലിറ്റീസ് ബന്ധപ്പെട്ടുള്ള, കോസ്റ്റിംഗ് റെക്കോർഡ്സ് ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? കമ്പനിയുടെ റിസീപ്റ്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ പേയ്മെന്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ അസറ്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ ലയബിലിറ്റീസിനെ ബന്ധപ്പെട്ടതും, മാനുഫാക്ചറിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ലേബർ, അത് ബന്ധപ്പെട്ട കോസ്റ്റിംഗ് റെക്കോർഡ്സ്. ഈ 5 കാര്യങ്ങളെ ചേർത്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ പറയേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അറിയാലോ, സെക്ഷൻ 134 അങ്ങനെ ഒരുപാട് ഏരിയാസിൽ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് എന്താ പറയുക, ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, അത് ബന്ധപ്പെട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കാര്യത്തിനാണ് നമ്മൾ പുതിയ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പിന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കണം. എസ്പെഷ്യലി നിങ്ങൾ പഠിക്കേണ്ടത് ഇതിലൊക്കെ ആരാണ് ഒപ്പിടേണ്ടത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ശേഷം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരൊപ്പിടണം എന്നുള്ളത് അല്ലെ. ബേസിക്കലി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, മിനിമം 2 ഡയറക്ടർ ഒപ്പിട്ടിരിക്കണം. അതിൽ ഒരാൾ ആരായിരിക്കണം? മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. ആ കമ്പനിയിലെ KMP, കീ മാനേജറൽ പേഴ്സണൽ, സെക്ഷൻ 203 കീ മാനേജറൽ പേഴ്സൺസിന് ഡിഫൈൻ ചെയ്യുന്ന 2 ക്ലോസ് 51 കീ മാനേജറൽ പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ CFOയും കമ്പനി സെക്രട്ടറിയും കൂടെ ഒപ്പിടാം. ഒന്നിട്ട് പറയാം ആരൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒപ്പിടേണ്ടത്. മിനിമം 2 ഡയറക്ടർമാർ ഒപ്പിട്ടിരിക്കണം. അതിൽ ഒരാൾ MD ആയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ കമ്പനിയിൽ കീ മാനേജറൽ പേഴ്സണൽ സെക്ഷൻ 203 ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ആ കമ്പനിയിലെ കമ്പനി സെക്രട്ടറി കൂടെ എന്ത് ചെയ്തിരിക്കണം, ഒപ്പിട്ടിരിക്കണം. പിന്നെ ഇത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ്, അതേപോലെ തന്നെ എന്താണ് വോളണ്ടറി റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബന്ധപ്പെട്ട ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. അത്ര ഫൈനലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. ഇന്റർമീഡിയറ്റ് വന്നപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമ്മളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നെഫ്രയെ കുറിച്ച് ഒന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. അതിന്റെ കോമ്പോസിഷൻ, അതിൽ ആരൊക്കെയാണുള്ളത്, അതിന്റെ അതോറിറ്റി എന്താണ്, അതിന്റെ എന്താണ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നോക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ സെക്ഷൻ 133 സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അക്കൗണ്ട്സ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇന്ത്യ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇന്ത്യ AS ഉണ്ട്. അത് നോട്ടിഫൈ ചെയ്യാനുള്ള പവർ സെൻട്രൽ ഗവൺമെന്റ് സെക്ഷൻ 133 ഈ ചാപ്റ്ററിലാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ബോർഡ്സ് റിപ്പോർട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബോർഡ്സ് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, അത് ആരൊക്കെയാണ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ബോർഡ്സ് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയാ, എസ്പെഷ്യലി എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബോർഡ്സ് റിപ്പോർട്ടിലാണ്. ബോർഡ്സ് റിപ്പോർട്ടിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അത് നല്ല രീതിയിൽ പഠിക്കണം. എന്താ പറയാ,
ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ബന്ധപ്പെട്ടുള്ള ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പഠിച്ചു പോവുക. ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സും ബോർഡ്സ് റിപ്പോർട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നോക്കിയിരിക്കണം. ബോർഡ്സ് റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് 129 സെക്ഷനിലാണെങ്കിലും 134 എന്ന സെക്ഷനിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ബോർഡ്സ് റിപ്പോർട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പ്രൊവിഷൻ. അതിൽ 134 സബ്സെക്ഷൻ 5 എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അത് നല്ല രീതിയിൽ നോക്കണം, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. അപ്പോൾ ഈ ഏരിയ നോക്കണം. ഇവിടെയും ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവമായിട്ടുള്ള കാര്യമാണ് ബോർഡ്സ് റിപ്പോർട്ട് ആരും ഒപ്പിടുന്നുള്ളത് അല്ലെ. അതും നോക്കിയിരിക്കണം. ചെയർമാനാണ് കമ്പനിയുടെ ബോർഡിന്റെ ചെയർമാനാണ് സാറിന് ഒപ്പിടുന്നത്. ചെയർമാൻ ഇല്ലാത്ത പക്ഷം വേറൊരു ഡയറക്ടറിനെ വേറെ 1-2 ഡയറക്ടറെ നമ്മൾ എന്ത് ചെയ്യും, ഓതറൈസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്റർ നിങ്ങളുടെ ഫണ്ടമെന്റൽ ചാപ്റ്ററാണ്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട എല്ലാ നെറ്റിഗിറ്റി ചാപ്റ്റർ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. അടുത്തൊരു ഏരിയ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സെക്ഷൻ 135 ആണ്. ഷെഡ്യൂൾ 7 കൂടെ റെഫർ ചെയ്യണം. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇന്റർമീഡിയറ്റ് ലെവൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഏതൊക്കെ കാര്യങ്ങൾക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്പെൻഡ് ചെയ്യാം, ഷെഡ്യൂൾ 7 കിടപ്പുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ആരൊക്കെയാണ്, അതിൽ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്, അവരെന്തുമാണ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ബോർഡിന്റെ ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. കമ്പനി നിലനിൽക്കുന്നതുകൊണ്ട് കമ്പനിയുടെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബാധിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3 വർഷത്തിന്റെ പ്രോഫിറ്റിന് ആവറേജിൽ 2% എല്ലാ വർഷവും എന്ത് ചെയ്യണം, നമ്മൾ CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ഷെഡ്യൂൾ 7 അതിന്റെ ലിസ്റ്റ് കിടപ്പുണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യാം, ആ ആക്ടിവിറ്റീസിൽ മാത്രമേ സ്പെൻഡ് ചെയ്യാവൂ. ഇപ്പോൾ കോവിഡ് കാലഘട്ടമാണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഇൻപുട്ട് കൂടെ തരാം. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അല്ലെ, സാനിറ്റേഷൻ, അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ 3 ക്ലോസസ് ഷെഡ്യൂൾ 7 ഉണ്ട്. ഈ ഇപ്പം പറഞ്ഞ ഹെഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, CSR കോവിഡിന് വേണ്ടി എന്താണ് പ്രിവെന്റീവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും CSRൽ എലിജിബിലിറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, കെയർ ഫണ്ടിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ CM's റിലീഫ് ഫണ്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ CSRന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്പെൻഡ് ചെയ്താൽ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽസിലോട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും CSRന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി അതിന്റെ എപ്പോൾ CSR സ്പെൻഡ് ചെയ്യണം, എത്ര സ്പെൻഡ് ചെയ്യണം, ആ കമ്മിറ്റിയുടെ CSR കമ്മിറ്റിയുടെ റോൾസ് റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുപറ്റുള്ള കാര്യങ്ങൾ നിലയിൽ നോക്കണം. ഷെഡ്യൂൾ 7 വായിക്കാതിരിക്കാൻ മറക്കരുത്. കാരണം അതിലാണ് ഏതൊക്കെയാണ് CSRൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്നുള്ള എലിജിബിൾ ആക്ടിവിറ്റീസ് കിടക്കുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും സെക്ഷൻ 138 ഇന്റേണൽ ഓഡിറ്റ്, ഇതിനെക്കുറിച്ചും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി ഇന്റേണൽ ഓഡിറ്റ് പുതിയ ആക്ട് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടോ ഇതര പ്രൊഫഷണൽസിനോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് ബന്ധപ്പെട്ടുള്ള കാര്യം ആപ്ലിക്കബിലിറ്റി, ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഓൾട്ടുപുതിൽ പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, മറക്കരുത്. നിങ്ങളുടെ പ്രൊഫഷനാണ്, അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തെറ്റില്ല. ഒന്നുകൂടി സാറ് പറഞ്ഞുതരാം ഈ ചാപ്റ്ററിന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കണം 129 സെക്ഷൻ, പിന്നെ റീ ഓപ്പണിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നെഫ്ര നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പവേഴ്സ്, റോൾസ്, ഡ്യൂട്ടീസ്, പിന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബുള്ള പ്രൊവിഷൻ, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബോർഡ്സ് റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ്, എസ്പെഷ്യലി ബോർഡ്സ് റിപ്പോർട്ടിൽ സെക്ഷൻ 134 ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ CSR സെക്ഷൻ 135 അതിന്റെ അകത്തുള്ള അക്കൗണ്ട് കമ്മിറ്റി എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എവിടെ സ്പെൻഡ് ചെയ്യണം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇന്റേണൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് ഏതൊക്കെ കമ്പനിക്കാണ് ആപ്ലിക്കബിൾ, ആർക്ക് ചെയ്യാം, ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നിലയിൽ എന്തിരിക്കുന്നു നമ്മൾ നോക്കിയിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത